മാങ്ങ നിൽപ്പുണ്ട്. പട്ടിയില്ല. കണ്ടോ മാങ്ങ നിൽക്കുന്ന കണ്ടു. നീ മാക്സിമം എത്ര അവേഴ്സ് പഠിക്കും? ഞാൻ എത്ര 2-3 മണിക്കൂർ ഇടവിട്ട് ഇൻ്റർവെൽ വെച്ച് പഠിക്കും. നമുക്ക് മാങ്ങ കാണുന്നില്ലോ അതുകൊണ്ട് മാങ്ങ കണ്ട് ഈ മതിലേ കയറി ഈ മതിൽ വഴി ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് ഈ മാങ്ങ പിച്ചാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കൂട്ടുകാർ വന്നിട്ടുണ്ട്, ഒന്നും പറയാണ്ട് വന്നിട്ടുണ്ട്. ബാ കിങ്ങിണി, കുറേ പേര് ലൈവിൽ കിങ്ങിണിയെ ചോദിക്കുന്നുണ്ട്. ബാ 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 ബാ. ഇവിടാണ് മെയിൻ സ്ഥലം പുള്ളിക്കാർ. അപ്പോൾ നമുക്ക് മാങ്ങ വെച്ചാവേ. വാ വാ അടി. ഇവക്ക് പൂച്ചയും പട്ടി എല്ലാത്തിനും പേടിയാ. ബാ. അതുകൊണ്ട് ഇവിടെ കുറേ മാങ്ങ നിൽപ്പുണ്ട്. ആണ്ട ഇത് നമുക്ക് തോട്ടി വെച്ച് പിച്ചാൻ പറ്റില്ലെങ്കിൽ ആ മതിൽ വഴി കയറാൻ പറ്റും. അങ്ങനെ ചെയ്യാം. പിടിച്ചേ, നല്ലോണം പിടിക്കണേ. കാണാൻ പറ്റുന്നുണ്ടോ എന്നെ? നമുക്ക് ഈ തോട്ടി വെച്ച്. ഹലോ ഗായ്സ്, ഇവിടെ ഉണ്ട് ഞാൻ. കാണാൻ പറ്റുന്നുണ്ടോ? എന്താണ് ഇങ്ങോട്ട് നോക്ക്. അയ്യോ പൂച്ച പേടിച്ചു പോയി. എന്നെ കാണാൻ പറ്റുന്ന പിച്ചാൻ പോവാണേ. ഓ വെയിൽ കണ്ണിലോട്ട് അടിക്കുന്നത്, അതാ വിഷയം. ഇവിടെ നമ്മുടെ പാവയ്ക്കൊക്കെ ഉണ്ട്. വേണ്ട കുഞ്ഞൻ പാവയ്ക്ക, വലുതാണ്. അപ്പൊ നമുക്ക് പിച്ചാം. വേണ്ട ഒരു പോലെ മാങ്ങ ആണ്ട് ഇവിടുത്തെ. പൂച്ച മാറി പുറത്ത് വീടും മാങ്ങ. ഇതിനെ മാറി തന്നെ പുറത്ത് വീടും. പൂച്ച പുറത്ത് തന്നെ വീടും. ഒരു മാങ്ങ വീടുണ്ട്. കൺഫ്യൂഷൻ ആയാലും എവിടുന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ മാങ്ങയെക്കാട്ട് ടേസ്റ്റ് ചെയ്ത് മാങ്ങിക്കാന്ന് പറയാം. അപ്പുറത്ത് നിൽക്കുന്ന മാങ്ങയ്ക്ക, പക്ഷെ അത് ഒരുപാട് ദൂരെ തന്നെ വീഴണം. അപ്പുറത്ത് വീണ് കാരണം ഇരിപ്പുണ്ട്. ഞാൻ അതും കൂടെ പോയി എടുത്തോണ്ട് വരാം. എന്നിട്ട് നമുക്ക് ഏത് മാങ്ങ ഉപ്പും പൊട്ടി തിന്നുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നോക്കാതെ എന്താണ് ഈ 3 മാങ്ങ കൂടെ പിച്ചാം. മാങ്ങ ഇട്ടിട്ടുണ്ട്. അയ്യോ എടുക്ക. പിന്നെ അപ്പുറത്തിരിക്കുന്ന മാങ്ങാണ്ട് അടിപൊളി ടേസ്റ്റ്. ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഉപ്പും മുളകിട്ട് കഴിച്ചു നോക്കാം. ഒരു ഉപ്പും മുളകും പിന്നെ ഉള്ളിയൊക്കെ വെച്ച് കഴിക്കുമല്ലോ. നമുക്ക് അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തോ. ഈ മാങ്ങ ഉണ്ടോ? ഈ മാങ്ങ തൊലിക്ക് വരെ ടേസ്റ്റാ. നല്ല കുളമായി മാങ്ങിയാ. അല്ല, ബാക്ക് വശം ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ നമുക്ക് കണ്ടിച്ച് നോക്കാം. ഈ വിഷയമൊന്നും കാണത്തില്ല. ഇത് ഞാൻ ഇവിടെ കടിച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം ഉപ്പും മുളകിട്ട് കഴിച്ച് നോക്കാം. കട്ടാക്കിക്കോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ റെഡി ആയിരിക്കും. ഇത് ആരും കടിച്ചില്ല, ഞാൻ തന്നെ കടിച്ചാണ്. നമുക്ക് ഈ മാങ്ങ ജീന പറഞ്ഞ് ഈ മാങ്ങ കൊള്ളത്തില്ല. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ മാങ്ങ പെട്ടെന്ന് അഴുക്കാവും. എന്നുവെച്ചാൽ പെട്ടെന്ന് കീടാണുക്കൾ വരുന്നൊരു മാങ്ങയാണ് ഈ മാങ്ങ. നമുക്കൊന്ന് കണ്ടിച്ച് നോക്കാവേ. കണ്ടോ, ഇവളെന്താ പറഞ്ഞത്? കറുത്തിരിക്കുന്നു, അഴുക്കായിരിക്കുമെന്ന്. നമുക്ക് കണ്ടോ, കുറച്ച് ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് പ്രശ്നമുള്ളൂ. കണ്ടോ, ഒരു കുഴപ്പമില്ല. ജീന കണ്ട ഞെട്ടിയത് കണ്ട, ഒരു പ്രശ്നവും ഇല്ല അതിനകത്ത്. അപ്പം ഈ മാങ്ങയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, പക്ഷേ ഈ മാങ്ങ നമുക്ക് പച്ചക്ക് തിന്നാം. പഴം തൊലി ഭയങ്കര ടേസ്റ്റാണ്. ഉപ്പുമുളകും എടുത്തോ, ഉപ്പുമുളകും. ഇവിടെ നമ്മുടെ ഉപ്പും മുളകും കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. കാരണം എരിഞ്ഞാലോ നേരെ പിടിക്കുക ക്യാമറ. കാണാൻ പറ്റുന്നുണ്ടോ? ക്ലാരിറ്റി ഉണ്ടോ? കുറച്ച് ഉപ്പും മുളകും പിന്നെ കുറച്ച് എണ്ണയും ഉണ്ട്. വീഡിയോ പോസ് ചെയ്യാമോ? അപ്പോൾ നമ്മൾ തിന്നുന്ന രീതിയുണ്ട്. അങ്ങനെ തിന്നുന്ന രീതി നമ്മൾ ചെയ്യാം. ഞാൻ ഈ കൈയോട്ടൊക്കെ മുറിക്കുന്നു. എനിക്ക് അതവർ ആ കഴിയേണ്ട വാക്ക്. നിങ്ങളാരെങ്കിലും കാണുന്നവർ കമൻറ്റ് ചെയ്താൽ ഈ കൊച്ചെന്ത് ഇങ്ങനെ എടുക്കണേ.
എന്നിട്ട് ഇതിനകത്ത് കുറച്ച് മുളക്, കുറച്ച് ഉപ്പ്, കുറച്ച് എണ്ണ ഇല്ലാതെ മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കണം. മാങ്ങയിൽ കുറച്ച് ഇപ്പം തോനെയുണ്ട്. ഇപ്പം ഞങ്ങൾ മാത്രമല്ല കഴിക്കുന്നത്, എല്ലാവർക്കും കൊടുക്കുവേ. അബിക്കും എല്ലാവർക്കും കൊടുക്കും. എന്നിട്ട് നമ്മുടെ ഉള്ളിയാണ്. എന്താ ജീന എന്തെങ്കിലും ഇല്ലൊരു കൊള്ളാം. കൊതി വരുന്നുണ്ടോ? പറഞ്ഞു തരാം. ഇത് നമ്മളിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് കൈ വിറയ്ക്കും, എല്ലാം താഴെ പോയി. അതുകൊണ്ട് ഇതിന് മുകളിലേക്ക് തന്നെ വെക്കും. ഒരു പീസ് മുകളിൽ സൂപ്പർ. ഒരു കാര്യം ചെയ്യണം, എന്താന്ന് പറയട്ടെ, കുറച്ചും കൂടി ഉപ്പും മുളകും കൊടുക്കാം. കുറച്ചുകൂടി ഉപ്പും മുളകും. എന്നിട്ട് സൂപ്പർ ടേസ്റ്റാണ്. തട്ടെ. ഓക്കെ. ഇതെവിടെ പറഞ്ഞ ആ മൂവി നിങ്ങൾക്ക് ബോറടിച്ചോ? എനിക്കിഷ്ടപ്പെട്ട സിനിമ എന്തോ ഒരുപാട് പഴയ സിനിമയാണ്. ഇപ്പം ഇറങ്ങിയതല്ലേ. സിനിമയുടെ പേരെന്തായിരുന്നു? പ്രകമ്പനം. പ്രകമ്പനം സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പെട്ടെന്ന് അറിയത്തില്ല. നമുക്കിതെല്ലാം ഒന്ന് കൂട്ടി കുഴയ്ക്കാം, മിക്സ് ചെയ്യാവേ. കുഴയ്ക്കാം, നന്നായിട്ട് കുഴയ്ക്കാം. ഉപ്പും മുളകും പിന്നെ കുറച്ച് എണ്ണയും. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു പീസ് മാങ്ങ കണ്ടിച്ചെടുക്കുന്നു. അതിലേക്ക് നമ്മളിങ്ങനെ ഇത് തേക്കുന്നു. കണ്ട ഇങ്ങനെ തേക്കുന്നു. ചിലർ കല്ലേലൊക്കെ ഇട്ട് അടിക്കും, എല്ലാം കൂടെ കെട്ടിയിട്ടിട്ട്. എന്നിട്ട് നമ്മൾ ഉള്ളി എനിക്ക് തോന്നുന്നില്ല. ജീനയ്ക്ക് കൊടുക്കാൻ പോവാം. അയ്യോ, തിന്നു. ഇതിനത്ര എരിവില്ല. ഞാനിപ്പോൾ കഴിച്ചില്ല, എനിക്ക് എരിവ് ഫീൽ ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ ഇല്ല കേട്ടോ. കൊള്ളാം. കുറച്ച് ഉള്ളി വെക്കണം, ഉള്ളി അരിഞ്ഞില്ല. എനിക്ക് ഈ മാങ്ങ ഞാൻ തൊട്ടിട്ടില്ല. അതുകൊണ്ട് 2 മാങ്ങയാണ്, 2 മരത്തിൽ 2 വെറൈറ്റിയാണ്. ഈ മാങ്ങ ഭയങ്കര പുളിയാണ്, പക്ഷെ ഇതങ്ങനെയല്ല. ഒരു പീസ് മതി. ഇനി ഒരു പീസ് വെച്ചാൽ മതി, ഞാൻ ഇഷ്ടം പോലെ കഴിക്കും. മാങ്ങ കൊണ്ടിന് ഇത് പഴുക്കുമ്പോൾ എൻ്റെ പിന്നെ ചുമക്കും, ഈ നിറമാവും. നാളെ നമുക്ക് പുളിമുട്ടായി ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഇഷ്ടംപോലെ പുളിയുണ്ട്, അഴുത്ത പുളി, പഞ്ചാരയൊക്കെ വെച്ച് പുളിമുട്ടായി വെച്ചിട്ടുണ്ട്. പണ്ട് നമ്മൾ കഴിച്ച സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വാങ്ങിക്കത്തില്ല ചോദിക്കുക. ഇതിൽ ഐസ്ക്രീം സ്റ്റിക്കിനകത്ത് പുളിമുട്ടായി ഇങ്ങനെ മടക്കി വെച്ചേക്കുമല്ലോ പ്ലാസ്റ്റിക് കവറിനകത്ത്. സൂപ്പർ രസമാണ്. എനിക്ക് ഒരുപാടായി കഴിഞ്ഞാൽ വയറിന് എരി കൊടുക്കാം. അത് അത് ക്ലീൻ ചെയ്തിട്ട് കഴിക്കും. ഒന്നുമില്ല, ഉണ്ടോ? ഗ്യാസ് പോയി. ഗ്യാസാ പോയി. അല്ല, എൻ്റെ വയറ്റിന് ഗ്യാസ് പോയി. ഗ്യാസ് മാറിയില്ല. മാറിയോ? ആ. തരട്ടെ. ഗ്യാസ് ഉണ്ടെന്നും പറഞ്ഞ്
ഇത് കുറച്ചേ കഴിച്ചോളൂ. ഇത് കഴിച്ചപ്പോൾ ഗ്യാസ് പോയിരുന്നു. ഈ മാങ്ങ അപ്പം തീർന്നു. നമുക്ക് അടുത്ത മാങ്ങ, ഈ മാങ്ങ നമുക്ക് കഴിച്ചു നോക്കാം. ഇത് വേറെ, അത് നീ കഴിച്ചു കംപ്ലീറ്റ്. ഇനി അങ്ങോട്ട് തൊലി വേണ്ട, അപ്പം തൊലി നമുക്ക് ചെത്താം. കുറച്ച് ഉപ്പിലിടായിരുന്നു മാങ്ങ. കുഞ്ഞു മാങ്ങ ഉപ്പിലിടാൻ പറ്റിയാണല്ലോ. കിങ്ങയുടെ പുറത്ത് ഈ മാങ്ങ വീണായിരുന്നു. ആരെങ്കിലും വീഡിയോയിൽ കണ്ടോ? കഷ്ടം പോകും. നീ ആ വീഡിയോ അപ്പം നീ എടുക്കാൻ എന്തായിരുന്നു? ആ വീഡിയോ താഴോട്ട് കാണിക്കാൻ കണ്ടില്ല. പക്ഷേ നമുക്ക് ഈ മാങ്ങ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാവേ. നമ്മൾ മറ്റേതിൻ്റെ കൂട്ടത്ര ഇത് നമ്മുടെ ഇതിൻ്റെ കൂട്ടത്ര ടേസ്റ്റ് ഇല്ല. എനിക്ക് എൻ്റെ ഫേവറേറ്റ് എൻ്റെ വീട്ടിലുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങ അതാണ് ഈ മാങ്ങ. ഇത് പഴുക്കുമ്പോൾ ഒന്ന് കാണാം. പഴുക്കുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇടും, ഉറപ്പായിട്ടും ഇടും. എൻ്റെ അമ്മ പിച്ച് കുറേ വെച്ചേപ്പുണ്ട് പഴുക്കാൻ വേണ്ടി. നമുക്ക് ആദ്യം ഈ ഒരു പീസ് നന്നായിട്ട് കൈയെല്ലാം നന്നായിട്ട് കഴുകിയതാണ്. ആരും ഒന്നും മോശം പറയല്ലേ പ്ലീസ്. നാളെ ഞാൻ പുളിമുട്ടായി ഉണ്ടാക്കുന്ന വീഡിയോ ഇടുന്നതായിരിക്കും. ബാക്കിലും കൂടെ കുറച്ച് തേച്ചേക്കാം. ഉള്ളി വെക്കണം. ഉള്ളി വെക്കാം. ഉള്ളി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. കുനുകുനാന്ന് അരിയണം. ഈ സമയത്ത് നമ്മുടെ കൈ ഒന്ന് മുറിക്കണം. എൻ്റെ പൊന്നോ, ഉള്ളി ഇതേപോലെ ഇങ്ങനെ വെച്ചേക്കണം. കഴിച്ചു നോക്കി. എനിക്ക് ഈ മാങ്ങ അത്ര ഇഷ്ടമല്ല. കൊള്ളാവോ? എന്തേ എക്സ്പ്രഷൻ? സൂപ്പർ. വീഡിയോ പിടിച്ചിരുന്ന ആരുമില്ല നമുക്ക്, അതാണ് മെയിൻ പ്രശ്നം. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഈ മാങ്ങയുടെ തൊലി ചെത്തണമായിരുന്നു. ഞാൻ ഈ ഒരു ഇങ്ങനെ അരിയത്തൊന്നുമില്ല. പിന്നെ എന്തായാലും വായിലോട്ട് തേക്കണം. അടിപൊളി ടേസ്റ്റ്. അടിപൊളി ടേസ്റ്റ്. പക്ഷേ എന്ത് കൊതിയൊന്നുമില്ല. ഉള്ളിയുടെ കയ്യിൽ പോവുക. ഇനിയും കളഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ, ഈ മാങ്ങ ഏകദേശം പഴുത്തൊരു ടേസ്റ്റാണ്. എല്ലാവരും മാങ്ങ ഉപ്പിലിട്ട് ഇങ്ങനെയൊക്കെ തിന്നോ? ഈ പീസ് മതി. പണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഈ മാങ്ങാണ്ടി എടുത്തതിന് ശേഷം കൊഞ്ചോർ മത്തി എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇടും, മണ്ടയ്ക്കിട്ട് താഴും. കൊഞ്ചോർ മത്തി എന്ന് ചോദിക്കുമായിരുന്നു. അത് വീട്ടിൽ കറി വെച്ചത് കൊഞ്ചാണോ മത്തിയാണോ എന്നുള്ളത്. അടുത്ത റോഡ് നമ്മൾ തിന്നാൻ പോവാണ്. ബാക്കി ഇത്രയും ഉപ്പും മുളകും ബാലൻസ് ഒന്നും ഉണ്ട്, കളയത്തില്ല കേട്ടോ. ഒന്നെങ്കിൽ മീൻ മറക്കാനോ അല്ലെങ്കിൽ പിന്നെന്താ അതിനെതിരെ ഉപയോഗിക്കും. അടുത്ത പീസ് വേണ്ട, ഇനി വെച്ചേക്കും, അതുകൊണ്ട് ഗ്യാസ് പോയി. അപ്പം മാങ്ങ വെച്ച് തിന്ന് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം, കമൻ്റ് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനലിലൂടെ പറഞ്ഞു കൊടുക്കും. ഈ ചാനലിൽ വീഡിയോ പോകുന്നത് ആരൊന്നും വിചാരിക്കില്ല. എനിക്കൊന്നും അറിയില്ല, ഞങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ. സ്കിപ്പ് അടിക്കാതെ ആരും കാണണം. സ്കിപ്പ് അടിച്ച് ലാസ്റ്റ് വീഡിയോ വന്നിട്ട് ഞാൻ സ്കിപ്പ് അടിക്കാതെ കാണണമെന്ന് പറയുമ്പം അതൊന്നും ചിരിക്കരുത്. ബായ്. മുളക് ചമ്മന്തിയും മുട്ട പൊരിച്ചതും ചോറും ഇഷ്ടമുള്ളവർ കമൻ്റ് അടിക്കണേ. ടാറ്റാ. ഇനിയും പുതിയ പുതിയ ടേസ്റ്റി ഐറ്റംസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പലവരുടെ ചാനലിലും. പക്ഷേ നമുക്കിത് ആദ്യമായിട്ട് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും
ടാറ്റാ.